കാട്ടാക്കട പോക്സോ കേസിലെ പ്രതികൾ അടച്ച പണം അവിടുത്തെ ഒരു സ്റ്റാഫ് അടിച്ചു മാറ്റി. കഴിഞ്ഞ 11-ാം തീയതിയാണ് ഈ സംഭവം. പോക്സോ കേസ് കാട്ടാക്കട കോടതിയിലെ പ്രതികൾ അടച്ച തുകയാണ് അടിച്ചു മാറ്റിയത്. സെഷൻസ് കോടതിയിലാണ് ഈ സംഭവം നടക്കുന്നത്. കാട്ടാക്കട പോക്സോ കേസിലെ ആ സെഷൻസ് കോടതിയിലെ ചീഫ് മിനിസ്റ്റീരിയൽ ഓഫീസറായ ശ്രീ PS ശ്രീലാൽ നായർ എന്ന വ്യക്തിയാണ്, 37 വയസ്സുകാരനാണ്, ഈ പണം അടിച്ചു മാറ്റിയത്. 1 ലക്ഷം രൂപ ആദ്യം അടിച്ചു മാറ്റി. അതിനുശേഷം ഒരു 30,000 രൂപയുടെ അടിച്ചു മാറ്റിയതായിട്ട് കണ്ടു. ഏതായാലും തിങ്കളാഴ്ച തന്നെ ഈ അടിച്ചു മാറ്റിയ സംഭവം റിപ്പോർട്ട് ചെയ്തു. അതോടൊപ്പം തന്നെ ഇയാളുടെ തന്നെ മേലധികാരിയായ ജഡ്ജിയെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ലൈവായിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് കൂടി ഇട്ടു. കാരണം ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള ധാരണ തന്നെ ആയിരിക്കണം ജഡ്ജിയെ അധിക്ഷേപിച്ചത്. ആ ജഡ്ജിയുടെ ഓഫീസിലെ തന്നെ പോക്സോയ്ക്ക് പ്രതികൾ അടച്ച പണം തന്നെയാണ് ഇയാൾ തിരിമറി നടത്തി അടിച്ചുകൊണ്ട് പോയത്. ഏതായാലും ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസിനെ വിവരം അറിയിച്ച് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അയാൾ ഓഫീസിൽ നിന്ന് 11-ാം തീയതി തന്നെ മുങ്ങി. അയാളെപ്പറ്റി കാട്ടാക്കട പോലീസ് അന്വേഷണം നടത്തി, എങ്ങും കണ്ടെത്തിയില്ല കേരളത്തിൽ. പിന്നീട് ഒരു വിവരം കിട്ടി കർണാടകയിലുണ്ടെന്ന്. കർണാടക പുട്ടപ്പർത്തിയിലേക്ക് ഇയാൾ പോയി. പ്രതിയായ ശ്രീലാൽ നായരെ പുട്ടപ്പർത്തിയിൽ ഉണ്ടു എന്ന് പോലീസിന് വിവരം കിട്ടി. അതിനുശേഷം അയാൾക്ക് മനസ്സിലായി പോലീസ് പിന്നാലെ ഉണ്ടെന്ന്. അയാൾ അവിടുന്ന് ട്രെയിൻ കയറി. അയാൾ അവിടുന്ന് ട്രെയിനിൽ പാലക്കാട്ടേക്ക് വന്നു. പാലക്കാട് റെയിൽവേ പോലീസിന്റെ സഹായത്തോടു കൂടി ആ ട്രെയിനിനകത്ത് വെച്ച് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. അതിനുശേഷം 15-ാം തീയതി അയാളെ കാട്ടാക്കടയിൽ കൊണ്ടുവന്നു. അയാളെ ചോദ്യം ചെയ്ത് കുറ്റം സമ്മതിച്ചു. 1 ലക്ഷം രൂപയും പിന്നെ ഒരു 30,000 രൂപയും അവിടെ പോക്സോ കേസിലെ പ്രതികൾ അടച്ച പണമാണ് ഇയാൾ തട്ടിച്ചത്. ഏതായാലും പണം റിക്കവർ ചെയ്തോ ഇല്ലയോ എന്നറിയില്ല, ചിലവാക്കിയിട്ടുണ്ടാവും. ഇയാളെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ആ സെഷൻസ് കോടതിയുടെ തന്നെ പണം അടിച്ചു മാറ്റാനും അത് സാധാരണ കള്ളന്മാർക്കൊക്കെ അല്ലെങ്കിൽ അതുപോലെയുള്ളവർക്കൊക്കെ ധൈര്യം ഉണ്ടാവും. പക്ഷെ ജഡ്ജിയെ അധിക്ഷേപിക്കേണ്ട കാര്യം എന്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ജഡ്ജിയോട് ഇയാൾക്ക് എന്താണ് അവിടുത്തെ തന്നെ ഒരു സ്റ്റാഫായ ചീഫ് മിനിസ്റ്റീരിയൽ ഓഫീസറായ ശ്രീലാൽ നായർക്ക് എന്താണ് ജഡ്ജിയുടെ അടുത്ത് ഇത്ര വൈരാഗ്യം? അങ്ങനെ ഒരു ജീവനക്കാരനെ നമുക്ക് ആവശ്യമുണ്ടോ? കോടതിയിൽ ആവശ്യമുണ്ടോ? സംസ്ഥാന സർവീസിലുണ്ടോ ആവശ്യമുണ്ടോ? അതൊക്കെ ഇനി ചിന്തിക്കണം. ഇയാളൊക്കെ മിസ്കോണ്ടക്ട് അനുസരിച്ച് ഇയാളെ പിരിച്ചുവിടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇയാൾ പണം മോഷ്ടിച്ചതല്ല സർക്കാരിലേക്ക് വരേണ്ട, അല്ലെങ്കിൽ കോടതിയിലേക്ക് വന്ന പണം മോഷ്ടിച്ചത് മാത്രമല്ല, ആ ജഡ്ജിയെ അധിക്ഷേപിച്ചത് ഏതായാലും ഒരിക്കലും പൊറുക്കാവുന്നതല്ല. അത് സോഷ്യൽ മീഡിയയിലെ ജഡ്ജിയെ പറ്റി മോശമായി ഇയാൾ അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞിട്ടാണ് പോയത്. ഇയാളുടെ ബുദ്ധി എന്തുമാത്രമുണ്ട്, വൈരാഗ്യം എന്തുമാത്രമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഇയാളുടെ പ്രവൃത്തി ഒരിക്കലും ഒരു സർക്കാർ ജീവനക്കാരൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാകാൻ പാടില്ല. ഗവൺമെൻറ് അത് അംഗീകരിക്കാനും കഴിയില്ല. പ്രത്യേകിച്ച് ജുഡീഷ്യറിയിൽ ഇതുപോലെയുള്ള ആൾക്കാരെ വെച്ചുപൊറിപ്പിക്കാനും കഴിയില്ല. അതുകൊണ്ട് കാട്ടാക്കട ജഡ്ജി ഇദ്ദേഹത്തിനെതിരായി ശക്തമായ നടപടി എടുക്കും, അല്ലെങ്കിൽ ശുപാർശ ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്.